പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള എൻ്റെ ചിന്താവിഷയം യഹോവയെങ്കിൽ നിന്ന് യെരമ്യാവിനുണ്ടായ അരുളപ്പാട്. യെരമ്യാവിന്റെ നാവിനോട് കൂടെ ഇരുന്ന് ദൈവം ഓരോ ദിവസങ്ങളും തൻ്റെ ജനത്തിനു വേണ്ടി ആവശ്യമായ പ്രബോധനങ്ങളും വചനങ്ങളും പ്രവചനങ്ങളും സകലതും നൽകി തൻ്റെ ജനത്തെ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യഹോവയായ കർത്താവ് ഇപ്രകാരം യെരമ്യാവിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ എൻ്റെ വചനങ്ങളെ നിനക്ക് കേൾപ്പിച്ചു തരും. പെട്ടെന്ന് യെരമ്യാവിനൊരു സർപ്രൈസ് ഉണ്ടായിട്ടുണ്ടാവാം. എങ്കിലും കർത്താവ് പറഞ്ഞതനുസരിച്ച് ആ നിമിഷം തന്നെ അവൻ കുശവന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ ചെല്ലുമ്പോൾ കുശവൻ കളിമണ്ണ് കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. യെരമ്യാവ് അത് നിന്ന് എല്ലാം ശ്രദ്ധിച്ചു നോക്കി. പെട്ടെന്ന് കുശവൻ താൻ ആഗ്രഹിച്ച രീതിയിൽ ഉദ്ദേശിച്ചൊരു പാത്രമായിട്ടല്ല കുശവന്റെ കയ്യിൽ പണിതെടുത്തപ്പോൾ അത് വന്നത്. എങ്കിലും പെട്ടെന്ന് കുശവൻ അതിനെ ചേഞ്ച് ചെയ്ത് വേറൊരു പാത്രമാക്കുവാൻ ശ്രമിച്ചു. അവന്റെ മുഖഭാവം കണ്ട എൻ്റെ ഒരു മനസ്സങ്കല്പത്തിൽ ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്. യെരമ്യാവ് ചിന്തിച്ചിട്ടുണ്ടാവും, അയ്യോ ഉദ്ദേശിച്ച രീതിയിൽ ഇതായില്ലല്ലോ. പക്ഷേ കുശവൻ യെരമ്യാവിനോട് പറഞ്ഞു, നീ അതിനെപ്പറ്റി വറിയാകണ്ട, ഞാൻ ഇതിനെ ഉടച്ച് വേറൊരു പാത്രമാക്കി ഇതിലും നന്നായിട്ട് അതിനെ പണിതെടുക്കാം എന്ന് പറഞ്ഞ് വീണ്ടും അതിനെ പണിയുകയാണ്. അങ്ങനെ അതിനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നല്ല കാണാൻ കാഴ്ചയുള്ള നല്ല ഭംഗിയുള്ള ഒരു പാത്രമാക്കി മെനഞ്ഞെടുത്തു. അപ്പോൾ യഹോവ യെരമ്യാവിനോട് പറഞ്ഞു, നീ ഇത് കണ്ടോ, ഇതുപോലെ ഇസ്രായേൽ ജനത്തെ എനിക്ക് പണിയുവാനുണ്ട്. കാര്യം ഞാൻ ആഗ്രഹിച്ച ഒരു രീതിയിൽ കൂടെ എൻ്റെ ജനം വരാതെ അവരുടെ ദുർമാർഗങ്ങളിൽ കൂടെ വിഗ്രഹാരാധനയിൽ പല രീതിയിൽ കൂടെ അവർ കടന്നുപോയി. ആകയാൽ ഞാൻ അവരെ ഇതുപോലെ അവരുടെ ദുർമാർഗങ്ങളിൽ നിന്ന് അവർക്ക് വരുവാനുള്ള അനർത്ഥങ്ങൾ പലതും ഞാൻ നിരൂപിച്ചിട്ടുണ്ട്. എങ്കിൽ അവര് അനുദമിച്ച് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ ഇതുപോലെ ഞാൻ അവരെ പണിതെടുത്ത് ആദ്യം കുശവന്റെ കയ്യിൽ ചീത്തയാതിൽ ഉപരിയായി ഒരു നല്ല പാത്രം മെനഞ്ഞു വന്നതുപോലെ എൻ്റെ ജനത്തെ എനിക്ക് പണിതെടുക്കുവാനുണ്ട്. ആകയാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളൊക്കെ വരാം. ഈ ലോകത്തിൽ നമ്മൾ മനുഷ്യരും ബലഹീനരുമായി ജീവിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ ഒന്ന് മനസ്സിലാക്കി അനുദപിച്ച് ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ തയ്യാറാകണമെങ്കിൽ ഏത് സമയത്തും നമ്മളെ നോക്കി നിൽക്കുന്ന കർത്താവ് നമ്മളെ ഒന്ന് മെനഞ്ഞ് അനേകരുടെ കരങ്ങൾ എത്തിത്തക്ക രീതിയിൽ തണ്ടിന്മേൽ കുളത്തിയ ഒരു വിളക്ക് പോലെ അനേകർക്ക് പ്രകാശകരമാകത്തക്ക രീതിയിൽ കർത്താവിന് എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും പണിതെടുക്കുവാൻ കഴിയും. പക്ഷേ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ, നമ്മളൊന്ന് മാനസാന്തരപ്പെട്ട് ദൈവസ്ഥലം മടങ്ങി വരുവാനാണ് എന്നെയും നിങ്ങളെയും പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് അതിനുവേണ്ടി നമ്മൾക്ക് തയ്യാറാകാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കും.